ഹായ് ഹലോ. അപ്പം നമ്മളിന്നൊരു ചിക്കൻ വരട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിന്ന് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴുകാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അപ്പോഴേക്കും ഞാനവിടെ ചപ്പാത്തി കഴിക്കണ്ടേ. അപ്പം ഇന്ന് ചപ്പാത്തിയും ചിക്കനും ആണ് കേട്ടോ അവിടെ. അപ്പം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ചപ്പാത്തിയും ചിക്കനും ആക്കാമെന്ന്. ചപ്പാത്തി കുഴച്ചപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാമെന്ന് വെച്ചപ്പോൾ അതിവിടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു. അത് ഒഴിക്കാൻ പറ്റിയില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തൊഴിച്ചു. ചപ്പാത്തിയൊക്കെ ഏകദേശം സെറ്റായി, റൗണ്ടാക്കി. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ചാണ് ചതയ്ക്കുന്നത്. ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് ചപ്പാത്തി പരത്തുന്ന അത് വെച്ചിട്ടാണ് ചതയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ ഏകദേശം ചതച്ച് സെറ്റായി. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു. ഞാൻ കുറച്ച് സ്പീഡിലാക്കിയിട്ടതാണ്, ലാഗ് അടിക്കേണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ എല്ലാ ഉള്ളിയൊക്കെ അരിഞ്ഞു. ഏകദേശം ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്, കുഞ്ഞു തക്കാളി. ഇപ്പം കിട്ടിയത് വെറും കുഞ്ഞു തക്കാളിയായിരുന്നു. ചട്ടി ചൂടാൻ വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു. മറ്റേ വെളിച്ചെണ്ണ ഭയങ്കര കട്ടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പം അത് തന്നെ ഒഴിച്ചു. കടുകൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ബേ ലീഫും ഒരു ബേ ലീഫും പിന്നെ പട്ടയും കൂടെ 2 എണ്ണം പൊട്ടിച്ചിട്ട് കേട്ടോ, ഒരു ടേസ്റ്റ് മണത്തിനൊക്കെ. പിന്നെ ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, അത് ജീരകം, വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില മസ്റ്റ്, അതും എടുത്തിട്ടു. അതിങ്ങനെ നന്നായിട്ട് വഴണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പം ഞാനിതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ മറന്നുപോയി. പിന്നീട് ഇപ്പോഴാണ് ഇട്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ തക്കാളി ഇട്ടു. തക്കാളി ആദ്യമേ ഇടരുത് ഉള്ളിക്കകത്ത്, പിന്നെ ഉള്ളി വാടൂല തക്കാളി ഇട്ടാൽ. ഇപ്പോൾ രണ്ടും ഏകദേശം റെഡിയായി. തക്കാളിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അതും തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ വഴണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കനായിട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷം നോർമലി ഞാൻ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ചിക്കൻ ഇടത്തുള്ളായിരുന്നു. പിന്നെ ഇതിന് ശേഷം ചിക്കൻ ഇട്ടു. ചിക്കനോടൊപ്പമാണ് മസാല ഇട്ടത്. അങ്ങനെ പിന്നെ ഒന്നൊന്നായിട്ട് മസാല ഇട്ടു. അതെല്ലാം ഒന്ന് പുരട്ടി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ചു ഈ സമയമാകുമ്പോൾ. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. അത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം മുളക് പൊടി ഇട്ടു. മുളക് പൊടി നന്നായിട്ട് പുരട്ടിയതിന് ശേഷമാണ് അതായത് ചിക്കൻ മസാല. എൻ്റെ ഇത് കുറച്ചേ ഉള്ളായിരുന്നു, അത് ഫുള്ള് തട്ടിയിട്ടുണ്ട്. അത് ഇട്ട് സെറ്റാക്കി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. കാരണം ചിക്കൻ വേവിക്കാനാണല്ലോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് വെന്ത് കിട്ടണം. അങ്ങനെ ഏകദേശം സെറ്റായി കേട്ടോ. ഇതിൻ്റെ തിളയ്ക്കുന്ന വീഡിയോ എടുത്തില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടിങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അടിപൊളിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.